അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഓവർ ഇംഗ്ലണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല നിങ്ങൾ. ഒന്നില്ലെങ്കിൽ ഒരു പണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കോഹിനൂരത്തിന് അടിച്ചുകൊണ്ടേ ആൾക്കാരാണ്. പണ്ട് നമ്മൾ ഇന്ത്യക്കാരനെ ബ്രിട്ടീഷുകാരെ തലയൊക്കെ ഇറ്റിച്ചിരുന്നു. എന്ത് കാര്യം കൊണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണേ? ഞാൻ ലാംഗ്വേജിനെ കൊണ്ട് ഇഷ്ടം കൊണ്ടാ, ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടൊരു ഇഷ്ടം കൊണ്ടാ? എന്താണെന്ന് കാര്യം മനസ്സിലാവണില്ല. എന്ത് കാര്യത്തിനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം? അപ്പോൾ ഗൈസ്, ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ്. വേറെ ഒന്നുകൊണ്ടല്ല എന്ന് വെച്ചാൽ നമ്മൾ അർജന്റീന ഇംഗ്ലണ്ട് മാച്ച് ചെയ്യാൻ കാത്തിക്കല് ഒന്നുകൊണ്ടല്ല. ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മളെ സ്റ്റോറിയിലും ഗ്രൂപ്പിലൊക്കെ ബെല്ലിങ്ങാമിൻ്റെയും ഗില്ലിങ്ങാമിൻ്റെ ഒക്കെ എടുത്തിട്ടിടുന്ന സ്റ്റാറ്റസ് ആക്കിയിട്ടും ഇതൊക്കെ ഹൈലൈറ്റ് ഒക്കെ ആക്കി വെക്കുന്നുണ്ട്, സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതൊന്നുമല്ല, എല്ലാ ഫുട്ബോൾ പ്ലേയേഴ്സിനും റെസ്പെക്ട് ചെയ്യണം, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ മെസ്സി എന്നൊക്കെ പറഞ്ഞ ഒരു ലെജൻഡ് ഗോട്ട് പ്ലെയറാണ്. അതിനെ വെച്ചിട്ട് നിങ്ങൾ ഈ ബെല്ലിങ്ങാമിനൊന്ന് കമ്പയർ ചെയ്യാൻ നിൽക്കില്ലേ? അത് തീരെ അന്തമില്ലാത്ത ആൾക്കാരാണ് വേറെ ലെവല്. എന്തായാലും ആയിക്കോട്ടെ, കാരണം ഓർക്ക് ഓരോരുത്തരായ താല്പര്യങ്ങളുണ്ടോ ഫുട്ബോളും, ഓരോർക്ക് അവരുടേതായ ഫാൻ ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാവും അവർക്ക്. പിന്നെ ഞാൻ കണ്ടി നമ്മുടെ കേരളത്തിൽ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കണ്. ചില പ്രത്യേകിച്ച് ഓക്കെ അനാശൊക്കെ, ഓനൊക്കെ നല്ല ചെക്കന്മാർ വായ പൂട്ടി അവൻ്റെ വായ സിബിട്ട് പൂട്ടിക്കണേ. നമുക്ക് ഓനക്കൊന്നും ഡയലോഗ് അടിക്കാൻ തൊള്ളല്ല. കാരണം മെയിനായിട്ട് ഓനൊക്കെ ഇങ്ങനെ രണ്ട് പഞ്ചിനും കാലിട്ട് കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുക. അങ്ങനെ കളിയാക്കിയിരുന്നു പ്രത്യേകിച്ച് അർജന്റീനൊക്കെ ഇങ്ങനെ സ്കൂൾ ടീമാണ്, കമ്മിറ്റി ടീമാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്തായാലും എനിക്ക് കറക്റ്റ് കിട്ടിക്കണ്. ഇപ്പോൾ ഞാൻ കണ്ടിരുന്നില്ല ഓക്കെ പാച്ചു എന്ന് പറഞ്ഞപ്പോൾ ഓനെ നല്ല രീതിക്ക് ഓനെ ട്രോൾ ചെയ്ത് ഇല്ലാണ്ടാക്കുന്നത്. അങ്ങനെ ഡയലോഗ് അടിക്കുന്നവർക്ക് അങ്ങനെ തന്നെ കിട്ടണം. അത് വെറുതെ റീച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയല്ല പറയാൻ കാര്യമില്ല. കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാം. പിന്നെ ഒരിക്കലും ബെല്ലിംഗാമിനെ മെസ്സി വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കില്ലേ. ബെല്ലിംഗാം എന്നൊക്കെ പറഞ്ഞാൽ യങ്സ്റ്റർ പ്ലെയറാണ്, മറ്റേന്ന് പറഞ്ഞാൽ ഗോട്ട് പ്ലെയർ. അതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കുക ചെയ്യരുത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ബ്രിട്ടീഷുകാരെ ഓവർ തല കയറ്റാൻ നിൽക്കുന്നത്? പണ്ട് നമ്മളെ വലിയപ്പാരി ആൾക്കാരൊക്കെ വന്ന ഒരു കരിമ്പിൻ ജ്യൂസ് പോലെ അരച്ചിട്ട് പോയ ആൾക്കാരാണ്, അതേപോലെ പരിവാക്കി വിട്ടതാ. അന്ന് നമ്മൾ ഇന്ത്യക്കാരാണ് ഓരോ തല കയറ്റി വെച്ചത്. എന്ത് കാര്യമുണ്ട് ഇംഗ്ലീഷുകാരൊക്കെ സപ്പോർട്ട് ചെയ്തിക്കാണ്ട്? വെറുതെ ഇതിപ്പോൾ മെയിനായിട്ട് പോർച്ചുഗൽ ബ്രസീൽ ഫാൻസാന്ന് തോന്നുന്നത്. ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഇവരെ ഇംഗ്ലണ്ടിനൊപ്പം കൂടിക്കണമെന്നാണ്. കോച്ചേരിയിലെ രാജമ്മനോട്